ശ്രീശാന്തിന് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നു. BCCIയുടെ ആജീവനാന്ത വിലക്ക് എടുത്തുമാറ്റിയിരിക്കുന്നു ഹൈക്കോടതി. BCCIയെ തുടർന്ന് എന്ത് നിലപാടാകും ശ്രീശാന്തിനോട് സ്വീകരിക്കുക? BCCIയെ സംബന്ധിച്ചിടത്തോളം ശ്രീശാന്തിന്റെ ഈ റിട്ട് പിറ്റീഷനിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സും CEOയും എടുത്തിട്ടുള്ളത്. BCCIയുടെ ബൈലോ പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സെക്രട്ടറിയാണ് ആ കാര്യത്തിൽ എന്തെങ്കിലും അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ശ്രീശാന്തിനെതിരെ ഇവിടെ ഹൈക്കോടതിയിൽ CEO ആണ് കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഫയൽ ചെയ്തത്. ആ കാര്യം ഞാൻ അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ ഒരു പരിധിവരെ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവർ വിചാരിക്കുന്ന കണക്കാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. BCCIയിൽ തന്നെ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് സംബന്ധിച്ച് വിയോജിപ്പുണ്ടായിരുന്നു എന്നാണോ താങ്കൾ പറഞ്ഞു വന്നത്? അത് ഉണ്ടായിരുന്നു. BCCIയിലെ ഈ ശ്രീശാന്തിന്റെ വിലക്ക് നീക്കാനായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും അന്ന് സാധിച്ചില്ല. ഇപ്പോഴും BCCIയുടെ ഒരു നിലപാട് ശ്രീശാന്തിന്റെ ബാൻ വിഡ്രോ ചെയ്യരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അവർ അപ്പീൽ പോകരുത് എന്നുള്ളതാണ് നമ്മുടെ സുസഞ്ചിതമായിട്ടുള്ള നിലപാട്. അവരെന്ത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ ഈ വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. ഈ കോടതി വിധി വന്നതിന് ശേഷം ഇനി അങ്ങോട്ട് ഏത് രീതിയിലാകും ശ്രീശാന്തിനോടുള്ള സമീപനം? ശ്രീശാന്തിനോട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് പൂർണ്ണമായിട്ടും ശ്രീശാന്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണുള്ളത്. പക്ഷെ BCCIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലപാട് പ്രഖ്യാപിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ അവർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് ശ്രീശാന്തിനെതിരായിട്ടാണ്. അതുകൊണ്ട് എത്തരത്തിലുള്ള നിലപാട് അവർ സ്വീകരിക്കും എന്ന് നമുക്ക് ഇപ്പൊ പറഞ്ഞുകൂടാ. രണ്ട് കോടതിയിൽ നിന്ന് ശ്രീശാന്ത് അനുകൂല വിധി നേടിയെടുത്തിരിക്കുന്നു, പട്യാല ഹൈക്കോടതിയിൽ നിന്നും കേരള ഹൈക്കോടതിയിൽ നിന്നും. തുടർന്ന് BCCI ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെ കരുതാമല്ലോ, അല്ലേ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. BCCIയുടെ ഒരു നിലപാട് അവരുടെ ബാൻ അന്ന് ബാൻ കൊടുത്തത് ലിഫ്റ്റ് ചെയ്യരുതെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കോടതി അവർ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും അവർ പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിരിക്കും. അത് പോകരുതെന്നാണ് ഞാനും ആവശ്യപ്പെടുന്നത്. തീർച്ചയായും. പക്ഷേ ഒരു തുടക്കം ഉണ്ടാകണം ശ്രീശാന്തിന്. ശ്രീശാന്ത് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന് KCA എത്രമാത്രം പിന്തുണ ശ്രീശാന്തിന് നൽകും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ KCAയുടെ ഭാരവാഹി അല്ലാത്തതുകൊണ്ട് അത് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായ പഠനം ഞാൻ നടത്തുന്നത് അപക്വമാവും. ഏതായാലും അത് KCAയുടെ ഇപ്പോഴത്തെ ഭാരവാഹികൾ അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കും. അത് പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ TC മാത്യു, താങ്കൾ അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു കോടതി വിധി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ശ്രീശാന്തിന് കളിക്കളത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ താങ്കൾ ഒരു ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല എന്നാണോ? അല്ലല്ല, ശുഭപ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. ഇപ്പം ബാൻ ലിഫ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ശ്രീശാന്തിന് കളിക്കുന്നതിനോ ഏതെങ്കിലും പ്രാക്ടീസ് ഫെസിലിറ്റി ഉപയോഗിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഇല്ല. കാരണം കോടതിയാണ് അൾട്ടിമേറ്റ്. കോടതിയുടെ മേളിലല്ല BCCIയുടെ തീരുമാനം.